യോ ഗഫൂർ ഡോക്ടറൊക്കെ ആരായിരുന്നു? ഗഫൂർ സാറിൻ്റെയൊക്കെ ഒരു വലിയ മഹത്വവും വലിയ വീക്ഷണ ശൈലിയും വലിയ കരുത്തും ഭയങ്കര മതേതരത്വ ഭാവവും അടുക്കാനൊക്കാത്ത മാനവികതയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു മനുഷ്യനായിരുന്നു. പാവം, അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഫസൽ ഗഫൂർ, അദ്ദേഹം ഭയങ്കര തീവ്രവാദിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വല്ലാതെ വലിച്ചുകൊണ്ടു പോകുന്നു, വല്ലാതെ വേദനിപ്പിക്കുന്നു, വല്ലാതെ വ്യസനിപ്പിക്കുന്നു. ആരെയാണ് വ്യസനിപ്പിക്കുന്നത്? നമ്മുടെ മാത്യു സാമുവലച്ചായനെ. അദ്ദേഹത്തിന് വ്യസനം കൊണ്ടിരിക്കാൻ വയ്യ. ഇപ്പോഴത്തെ കാലത്ത് കേൾക്കുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം ഈ പറഞ്ഞത്. അതുകൂടാതാണ് പിന്നെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ മലബാറിൽ എല്ലാവരും ബഹിഷ്കരിക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്കാകെയും വലിയ ജോലി കിട്ടുന്നതിലൂടെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അവിടുത്തെ പരമ്പരാഗതവാദികൾ എന്നിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് കൂടി ഇട്ട് തരണം. മാധ്യമപ്രവർത്തനത്തിൻ്റെ പുതിയ സംഗതിയുമായി മാത്യു സാമുവലച്ച നിറഞ്ഞു നിന്ന് വീശുന്ന ഈ വീശ് കണ്ടപ്പോൾ വർത്തമാനകാല സ്ഥിതിയിലെ ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന ഒരു സ്ഥിരമായ സംഗതിയാണ്, മരിച്ചുപോയവർ നല്ലതായിരുന്നു, ജീവിച്ചിരിക്കുന്നവരൊക്കെ വലിയ കുഴപ്പക്കാരാണ്. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് മുഴുവൻ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നേരെയാണ്. ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ പിതാവ് ഗഫൂർ സാഹിബ് വലിയ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പോലൊരു നല്ല മനുഷ്യനെ കിട്ടാനില്ല. അദ്ദേഹം ആരായിരുന്നു? പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം ഭയങ്കരമായ തീവ്രവാദ ചിന്തകളിലൂടെ PFIയിലും SDPIയുടെയും ഒക്കെ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് മാത്യു സാമുവലച്ചായൻ രാത്രി ചെറിയ ടോർച്ചടിച്ച് കണ്ടു. ഇത് ഫസൽ ഗഫൂറിനെതിരെ മാത്രമല്ല, CH മുഹമ്മദ് കോയ സാഹിബ് എത്രയോ നല്ല മനുഷ്യനാണെന്ന് എല്ലാവരും പറയുന്നത്, നല്ല മനുഷ്യനുമായിരുന്നു. എന്നാൽ MK മുനീറിലേക്ക് വരുമ്പോൾ അത്ര അങ്ങ് നല്ല മനുഷ്യനല്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ശിഹാബ് തങ്ങളെപ്പോലൊരു മനുഷ്യൻ വേറെ ആരുമില്ലായിരുന്നു. എന്നാൽ സാദുഖ് അലി തങ്ങളോ? സാദുഖ് അലി തങ്ങൾ കുഴപ്പമോ? ഇവരെല്ലാം നന്നാകണമെങ്കിൽ ഇവരെല്ലാം മരിക്കണം. ആര് മരിക്കണം? സാദുഖ് അലി തങ്ങൾ മരിക്കണം, ഫസൽ ഗഫൂർ മരിക്കണം, മുനീർ മരിക്കണം. ഇവരൊക്കെ മരിക്കാമെങ്കിൽ ഇവരൊക്കെ നല്ല ആളുകളാണ്. പിന്നെ നമ്മുടെ മാത്യു സാമുവലച്ചായൻ്റെ പോസ്റ്റും അതുപോലുള്ള പലരുടെയും വീഡിയോ, അദ്ദേഹം ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്. മാത്യു സാമുവലച്ചായൻ ഇന്നലെ കീറി മറിക്കുകയാണ്. MES ഉണ്ടാക്കിയ വിദ്യാഭ്യാസ വിപ്ലവവും അതുവഴി ഉണ്ടാക്കിയ മാറ്റങ്ങളും ഒക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ അങ്ങോട്ട് ഇരിക്കാൻ വയ്യ, ഇങ്ങനെ കുത്തി കയറുകയാണ്. ഇതെല്ലാം കുത്തി കയറിയിട്ട് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇതിനേക്കാൾ വലിയ രസം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് ഉൽപ്പന്നങ്ങളും ഒക്കെ ബഹിഷ്കരിച്ചിരുന്ന ഒരു ഭൂതകാല ചരിത്രമുണ്ട്. അതിനെക്കുറിച്ച് എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇനി ഈ സംഘപരിവാർ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവർ പോലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തത് ബ്രിട്ടീഷുകാരോടുള്ള കടുത്ത വിയോജിപ്പും അവരുടെ ക്രൂരതയും അവർ ഈ നാട് വിട്ടു പോകണമെന്നും അവന് വേണ്ടിയാണ് ഈ ഭാഷ പഠിക്കുന്നതെന്ന് പറയുന്ന വിയോജിപ്പിൽ നിന്നായിരുന്നു എന്ന് എല്ലായിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സാമുവൽ പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മാത്യു സാമുവലിൻ്റെ പുതിയ സിദ്ധാന്തം അനുസരിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ പഠിച്ചാൽ ഈ മലബാറിലെ സ്ത്രീകളെല്ലാം അങ്ങ് രക്ഷപ്പെട്ട് അവരെല്ലാം മുഖ്യധാരയിലേക്ക് വരുന്നതോടുകൂടി അവിടെ ആകാശമിടിഞ്ഞ് വീഴുമായിരുന്നു. നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നതിന്? ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ വെള്ളിടി, ഇടിയുണ്ട, ഗുണ്ട് എന്നൊക്കെ പറയുന്ന ഈ മഞ്ഞപ്പത്രക്കാർ പറയുന്ന ഭാഷയല്ലേ? അത് പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? ജീവിക്കാൻ വേറെന്തെങ്കിലും മാർഗം നോക്കിക്കൂടെ? നിങ്ങളുടെ ഒരു അനുഭവവും സമ്പത്തും ഒക്കെ വെച്ച് കൊള്ളാവുന്ന എന്തെങ്കിലുമൊക്കെ വാർത്ത മര്യാദയ്ക്ക് പറയുന്നതിനേക്കാൾ ഇത് കേൾക്കാനിരിക്കുന്ന കുറച്ച് വിദ്വേഷികളുടെ മനസ്സിലേക്ക് വെറും പച്ചക്കള്ളം ഇതുപോലെ അങ്ങോട്ട് വിസർജിട്ടിട്ട് കൊടുത്തിട്ട് എന്തായി പറയുന്നത്? എന്ത് ചരിത്രമാണ് പറയുന്നത്?